Hello friends, welcome back to my channel Mom's Daily. ഇന്ന് ഞാൻ നമ്മുടെ കുഞ്ഞുവാവകൾക്ക് കൊടുക്കാൻ പറ്റിയ രണ്ട് വെജിറ്റബിൾ പ്യൂരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് പൊട്ടാറ്റോ പ്യൂരി, വേറെ ഒന്ന് ക്യാരറ്റ് പ്യൂരി ആട്ടോ. ഇത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തൂക്കം കൂട്ടാനുള്ള ഒന്നാണ് പൊട്ടാറ്റോ പ്യൂരി. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയതാണ് പൊട്ടാറ്റോ പ്യൂരി ആട്ടോ. അതുപോലെ ക്യാരറ്റ് പ്യൂരി ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ രണ്ട് പ്യൂരിയും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഉടനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് പ്യൂരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കുഞ്ഞ് ക്യാരറ്റ് ആയതുകൊണ്ടാണ് 2 എടുത്ത്, അല്ലെങ്കിൽ 1 എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ 2 പ്യൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഒത്തിരി സ്റ്റാർച്ച് ഉള്ളതാണ്. അത് മാത്രമല്ല, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒത്തിരി ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതകൾ കുറയും ഈ പൊട്ടറ്റോ ഒക്കെ കഴിക്കുന്നത് കൊണ്ട്. അതുപോലെ ലിവറിന് ഒത്തിരി നല്ലതാണ്, അതുപോലെ സ്കിന്നിന് ഇതൊക്കെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. മെയിനായിട്ട് നമുക്കറിയാം വെയിറ്റ് കൂട്ടാനുള്ളതാണ്. ഇതൊക്കെയാണ് ഈ പൊട്ടറ്റോൻ്റെ ബെനിഫിറ്റ്സ്. പക്ഷേ ഈ പൊട്ടറ്റോ ഒത്തിരി കൊടുക്കരുത്, 1-2 സ്പൂണൊക്കെ കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു നേരമൊക്കെ ആണെങ്കിൽ 1-2 സ്പൂൺ കൊടുക്കുക. ഓരോ നേരവും അങ്ങനെ 2 സ്പൂൺ വെച്ച് കൊടുക്കാം. ഒത്തിരി ആയി കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറേശ്ശെ കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. ഇനി ഉള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് ക്യാരറ്റ്സ് കൊടുക്കാനാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ അത് സ്വോളോ ചെയ്യാനും പറ്റും. പെട്ടെന്ന് തന്നെ അത് ഡൈജസ്റ്റ് ആവും കേട്ടോ. പെട്ടെന്ന് തന്നെ ദഹിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ്. പിന്നെ അതിൻ്റെ ഒരു മധുരം ഒക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കൊരു 2-3 ടേബിൾ സ്പൂണും ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് പൊട്ടറ്റോ പ്യൂരിയും അങ്ങനെ തന്നെ കേട്ടോ. ഒറ്റയടിക്ക് ഒത്തിരി അങ്ങ് കൊടുക്കരുത്, കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാം ക്യാരറ്റ്സ് എന്ന് പറയുന്നത് ഒത്തിരി ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ കുട്ടികളുടെ സ്ട്രോങ് ആക്കും. അതായത് പ്രതിരോധ ശക്തി ഒത്തിരി കുട്ടികളിൽ അത് കൂട്ടും ഈ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണിനൊക്കെ ഒത്തിരി നല്ലതാണ്. ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വലുതായ ഈ ക്യാരറ്റ് ഒന്നും കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റോ എന്ത് വെജിറ്റബിൾ ആയാലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ തന്നെ കൊടുത്തു തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പൊട്ടറ്റോൻ്റെ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ പ്യൂരിയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് നമുക്ക് കളയാം. നല്ലതുപോലെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ക്യൂബായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെറിയ ക്യൂബുകളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് ഞാനവിടെ മാറ്റി വെച്ചു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതേപോലെ തന്നെയാണ് ചെറിയ ക്യൂബായിട്ടാണ് നമ്മൾ ഇതും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ക്യാരറ്റ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റും രണ്ടും റെഡിയാണ്. നമുക്കിത് 3 തരത്തിൽ ആക്ച്വലി ഇത് നമുക്കിത് വേവിച്ചെടുക്കാം. ഒന്ന് നമുക്കിത് ആവി കയറ്റി ഇത് വേവിച്ചെടുക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. വെള്ളത്തിലൊക്കെ ഇട്ടത് ഇതിൻ്റെ ഗുണങ്ങളൊന്നും കളയാതെ തന്നെ നമുക്കിത് ആവിയിൽ കയറ്റി വേവിച്ചെടുക്കാം. 2 നമുക്കിത് വെള്ളത്തിലൊഴിച്ച് വേവിച്ചെടുക്കാം. സാധാരണ ഒരു സോസ് പാനിൽ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ ഇത് വെള്ളം ഒഴിച്ച് 2-3 വിസിൽ വരുന്ന വരെ വേവിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാനിവിടെ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ കുഞ്ഞുവാവകളുടെ കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. അവർക്ക് ഏറ്റവും അധികം പ്രോട്ടീനോ മിനറലോ എന്താണെന്ന് വെച്ചാൽ അല്ല വൈറ്റമിൻസ് എന്താണെങ്കിലും കിട്ടുന്നത് നമ്മളായിട്ട് കളയണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് ഇടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു പാത്രത്തിൽ തന്നെ 2ഉം സെപ്പറേറ്റ് ആയിട്ട് ഇടുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് വരാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇത് ഇനിയിപ്പോൾ നമുക്കൊരു ഫോർക്ക് വെച്ചോ ഒരു കത്തി വെച്ചിട്ടോ നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള ഒരു കത്തിയോ ഫോർക്കോ ഉപയോഗിക്കണം കേട്ടോ. അത് വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടോ,
ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഈവൻ ഈ പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിലും നമുക്കത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. എന്നിട്ടിത് ഞാൻ ബൗളിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കുവാണ്. അതായത് ഒരു ബൗളിലോട്ട് പൊട്ടറ്റോയും വേറൊരു ബൗളിനകത്തോട്ട് ക്യാരറ്റും. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 5 മിനിറ്റാണ് എടുത്തുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ബീട്രൂട്ട് ഇടാം. ബീട്രൂട്ട് ഇട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതൊത്തിരി നല്ലതാണ്. അപ്പം എന്തൊക്കെ വെജിറ്റബിൾസ് അവൈലബിൾ ആണോ, ഇനി ഫ്രൂട്ട്സ് ഉണ്ടോ, ഫ്രൂട്ട്സ് ആണെങ്കിലും ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇതിനകത്ത് മുറിച്ച് നടുവിലത്തെ ഭാഗം എല്ലാം കളഞ്ഞ് നിങ്ങൾക്ക് ഇതിനകത്ത് ആവി കയറ്റാൻ വെക്കാം. അപ്പം ഒരൊറ്റ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുറേശ്ശെ പല സെക്ഷനിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ആവി ഒരു ഒറ്റയടിക്ക് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ആവി കയറ്റി എടുക്കാം. അപ്പം കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കാം. നമുക്ക് ആപ്പിൾ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഇനി പൊട്ടറ്റോ തന്നെ കൊടുക്കാം, അല്ലെ പൊട്ടറ്റോ ക്യാരറ്റ് തന്നെ കൊടുക്കാം, മിക്സ് ആയിട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക. ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് പിള്ളേർക്ക് കൊടുക്കുക. അവർ നല്ല ആരോഗ്യമുള്ള മക്കളായിട്ട് വരട്ടെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം കൊടുക്കാൻ നോക്കാം കേട്ടോ. ഓരോ ദിവസം ഓരോ ഫ്ലേവറോ അല്ലെങ്കിൽ ഓരോ വെജിറ്റബിൾ അല്ല ഓരോ ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ 2 ബൗളിനകത്തുള്ള വെജിറ്റബിൾസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം. മിക്സിയിലാണ് ഞാനിത് അടിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം ഇത് പൊട്ടറ്റോ വെച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. പക്ഷെ അതൊക്കെ ഒരു 8 മാസത്തിന് മേലുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു 5 മാസത്തിന് മേലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വെള്ളം തന്നെ പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പൊട്ടറ്റോ പ്യൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊട്ടറ്റോ ഞാൻ ഇതിനകത്ത് ഇട്ടു. നമുക്കറിയാം 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പശുമ്പാൽ കൊടുക്കരുത്. നമുക്കൊന്നില്ല ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഈ പൊട്ടറ്റോയ്ക്കകത്ത് ഇച്ചിരി ഒരു ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം കുറച്ച് ചേർത്ത് ഒന്ന് അരയാൻ പാകത്തിന് കണ്ടോ ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒത്തിരി വെള്ളം കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇത് നല്ലതുപോലെ മഷി പോലെ അത് അരഞ്ഞു വരും, അത്രയും സ്മൂത്തായിട്ട് അരഞ്ഞു വരും. എന്നിട്ട് നമുക്ക് പിന്നെയും പോരാഞ്ഞിട്ട്, അതായത് ഇപ്പോൾ പിന്നെയും അതൊത്തിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പശുമ്പാൽ ചേർക്കരുത്. നമുക്ക് ബ്രസ്റ്റ് മിൽക്കോ അല്ലെ ഫോർമുല മിൽക്കോ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതായത് നോക്കിക്കേ, നല്ല മഷി പോലെയല്ല അരിഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇത് കുറച്ച് തിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കുക. 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ. 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കോ ഫോർമുല മിൽക്കോ ഉണ്ടെങ്കിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പശുമ്പാൽ കൊടുക്കാം. ഒപ്പം 1 വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും ചേർക്കാം. അതുപോലെ ബട്ടറൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒക്കെ ഇച്ചിരിയാണ് അത് ചേർത്ത് കൊടുക്കാം. പക്ഷെ 1 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഇതിനൊപ്പം പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി പശുമ്പാലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറയുവാണ് 1 വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പശുമ്പാലൊക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഈ അതായത് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്കോ ഫോർമുല മിൽക്കോ ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് ലൂസാക്കുക. നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിനുള്ള പരുവം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പരുവത്തിന് ഇത് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ പ്യൂരി വളരെ ഹെൽത്തി ആയിട്ടുള്ള പൊട്ടറ്റോ പ്യൂരി റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇനി ക്യാരറ്റ് പ്യൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിൽ അടിക്കാൻ നോക്കുക, എന്നാൽ മാത്രമേ നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഈ ഒരു സമയത്ത് ചൂടുവെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ പാലാണെങ്കിലും ഈ സമയത്ത് ചേർക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ചൂടുവെള്ളം ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കോ ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പശുമ്പാലോ ചേർത്ത് നമുക്കിത് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ പറഞ്ഞ കണക്ക് നല്ലതുപോലെ ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു പരുവത്തിനകത്തോട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പ്യൂരിയും ഇവിടെ റെഡിയായി.
ക്യാരറ്റ് പ്യൂരിയും പൊട്ടറ്റോ പ്യൂരിയും രണ്ടും ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഇത് രണ്ടിൽ നിന്നും മിക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം, അതും നല്ലതാണ്. അപ്പോൾ എപ്പോഴും ഒന്ന് ഉറപ്പ് വരുത്തുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ആവശ്യത്തിലധികം ചെല്ലുന്നുണ്ടെന്ന്. കാരണം ഇപ്പോഴേക്കേ അവർ കഴിക്കുള്ളൂ. അപ്പോൾ അവർ ആരോഗ്യമായിട്ടിരുന്നാലേ നമുക്കും സന്തോഷമുള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു തടി കൂടൽ ഉറപ്പായിട്ടും ഇതിനകത്തുണ്ടാവും. പ്രത്യേകിച്ച് പൊട്ടറ്റോ പ്യൂരി നമുക്കെല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങളുടെ തൂക്കം കൂട്ടുന്ന ഒരു വെജിറ്റബിൾ തന്നെയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ വേറെ ഒരു കിച്ചൺ ടിപ്പ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.